കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വനിതാ ഡോക്ടർക്കെതിരെ നരഹത്യ കുറ്റം ചുമത്തിയിരിക്കുന്നു. ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും അരുൺരാജ് തുടരുകയാണ്. അരുൺരാജ്, ഇവർ ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അജ്മൽ കാറ് മുന്നോട്ടെടുത്തത് എന്നാണോ പോലീസ് ഇപ്പോൾ പറയുന്നത്? ഇവർക്കെതിരെ ഈ കേസെടുത്തിരിക്കുന്നു. എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അരുൺ? ശ്രീലക്ഷ്മി, ഇന്നലെ വൈകുന്നേരം 5:30 അപകടത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ഒന്നാം പ്രതിയായ അജ്മലിനെതിരെ മാത്രമാണ് നരഹത്യാ കുറ്റം ഇപ്പോൾ നേരത്തെ പോലീസ് ചുമത്തിയിരുന്നത്. ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ഈ ഡോക്ടറെ കൂടി കേസിലേക്ക് പ്രതിപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്താമെന്ന തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ ഡോക്ടർ ശ്രീകുട്ടിയുടെ നിർദ്ദേശാനുസരണമാണ് അജ്മൽ വാഹനം മുന്നോട്ടെടുത്തത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീകുട്ടിയെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പ്രേരണാ കുറ്റമാണ് നിലവിൽ ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് കൊലപാതകം നടത്താനും ഈ അപകടത്തിന് ശേഷം ഈ സ്ത്രീയുടെ ശരീരത്തോടെ വാഹനം കയറ്റിയിറക്കിക്കൊണ്ട് പോകാനും അതിനുശേഷം വാഹനം നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം നൽകിയത് ഡോക്ടർ ആണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡോക്ടർക്കെതിരെ പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്ന പോലീസ് കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും. അല്പസമയം മുമ്പാണ് ഈ വകുപ്പുകൾ കൂടി ഈ ഡോക്ടർക്കെതിരെ ചുമത്താനുള്ള തീരുമാനം പോലീസ് എടുത്തത്. പക്ഷേ ഇതിൽ എത്രത്തോളം നിയമ സാധുതയുണ്ടോ എന്ന കാര്യത്തിൽ നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം കൂടിയാലോചനകൾ നടത്തിയിരുന്നു. കാരണം വാഹനം ഓടിച്ചത് ഡോക്ടറല്ല, വാഹനത്തിന് മുൻസീറ്റിൽ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ഈ കേസിൽ ഡോക്ടർ എങ്ങനെ പ്രതിസ്ഥാനത്തേക്ക് എത്തുമെന്നതായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായ സംശയം. അവിടെയാണ് ഈ അജ്മലിനെ ഇതിനെ പ്രേരിപ്പിച്ചത്, ഈ വാഹനം മുന്നോട്ടെടുക്കാൻ പ്രേരിപ്പിച്ചത് ഡോക്ടറാണെന്ന സാക്ഷിമൊഴികൾ കൂടി ഇപ്പോൾ പോലീസിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നരഹത്യ കുറ്റം ചുമത്തി ഡോക്ടർക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. നേരത്തെ അജ്മലിനെതിരെ നരഹത്യ കുറ്റവും അതുപോലെ തന്നെ അലക്ഷ്യമായി വാഹനം ഓടിച്ച് മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്തൽ എന്നീ വകുപ്പ് പ്രകാരം അടക്കം കേസെടുത്തിരുന്നു. മോട്ടോർ വാഹന ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്രീകുട്ടിക്കെതിരെയും കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രണ്ട് പ്രതികളെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും, കോടതിയിൽ ഹാജരാക്കും, മജിസ്ട്രേറ്റിന് മുമ്പിലാകും ഹാജരാക്കുക. തുടർന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കം കോടതിക്ക് മുമ്പാകെ പോലീസ് എത്തിക്കുകയും ചെയ്യും. അതിൽ എന്തൊക്കെ വിശദാംശങ്ങളാണ് പോലീസിന് ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഗുരുതരമായ തെറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട ഡോക്ടർ ഒരു ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശ്രീലക്ഷ്മി, അതുതന്നെയാണ് അരുൺ. ഒരു ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർ തന്നെ ഒരു ജീവൻ എടുക്കാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. ഇരുവരും മദ്യപിച്ചിരുന്നു എന്ന വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലഹരി മരുന്നിന് കേസുകളിലൊക്കെ ഉൾപ്പെട്ട ആളാണ് അജ്മൽ എന്നും പോലീസ് അറിഞ്ഞിട്ടുണ്ട്. പോലീസ് അതും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ട്? തുടരന്വേഷണം ഒക്കെ ഏത് തരത്തിലാകും മുന്നോട്ട് പോവുക അരുൺ? ശ്രീലക്ഷ്മി, അജ്മലിനെ സംബന്ധിച്ച് അജ്മലിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളത് പോലീസ് രാവിലെ തന്നെ വ്യക്തമാക്കിയതാണ്. ജില്ലാ പോലീസ് മേധാവി സാബുൻ ജേക്കബ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിരുന്നു. കാരണം NDPS കേസുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ചന്ദന കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ നിരവധിയായ ചീറ്റിംഗ് കേസുകൾ, ഇത് രണ്ടിലും നിലവിൽ അജ്മൽ പ്രതിയാണ്. പക്ഷെ അജ്മൽ ഇത്തരത്തിലൊരു ക്രിമിനൽ ആണ് എന്ന കാര്യം ഈ ഡോക്ടർ ശ്രീകുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് പോലീസിന്റെ ആ സമയത്തെ വെർഷൻ. പോലീസ് അക്കാര്യത്തിൽ അങ്ങനെയാണ് അത് ക്ലാരിറ്റി ചെയ്യാൻ ശ്രമിച്ചത്. പോലീസ് പറയുന്നത് ഇവർ തമ്മിൽ സൗഹൃദത്തിലാകും അജ്മൽ ഒരു സിനിമ കൊറിയോഗ്രാഫർ ആണ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനോടെയാണ് ശ്രീകുട്ടിയെ പരിചയപ്പെടുന്നത്. ആ പരിചയമാണ് പിന്നീട് ഈ സൗഹൃദം കൂടുതൽ ദൃഢപ്പെടുത്താനും കഴിഞ്ഞ ദിവസത്തെ യാത്രയിലടക്കം കൊണ്ടെത്തിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. അത് സുഹൃത്തിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ചു. തുടർന്ന് ഒരു പൊതുസ്ഥലത്തേക്ക് വാഹനവുമായി എത്തി അവിടെ ഇരുന്നും മദ്യപിച്ചു. ഈ മദ്യപിച്ചതിന് ശേഷമാണ് റോഡിലൂടെയുള്ള യാത്ര. ആ റോഡിലൂടെയുള്ള യാത്രയിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റത്. അവിടെ വെച്ചാണ് മൈനാഗപ്പള്ളി ആനൂക്കാവ് വെച്ച് ഈ ഗുരുതരമായ രീതിയിൽ വളരെ നമുക്ക് ദാരുണമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കിക്കൊണ്ടുപോകുന്ന മാനസികാവസ്ഥയിലേക്ക് അടക്കം ആ സംഭവങ്ങളെ എത്തിക്കുകയും ചെയ്തത്. പക്ഷേ അവിടെയും പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ അജ്മൽ മാത്രമായിരുന്നു ഈ കേസിലേക്ക് ഉൾക്കൊള്ളിച്ചിരുന്നത്. പക്ഷേ അജ്മൽ മാത്രമല്ല, അജ്മലിന് ഒരു പ്രേരണ ഈ ഡോക്ടർ നൽകി എന്നുള്ള കണ്ടെത്തലാണ് പോലീസ് ഇഘട്ടത്തിൽ കൊണ്ടുവരുന്നത്. ഇഘട്ടത്തിൽ പോലീസിന്റെ നിഗമനമായി കൊണ്ടുവരുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ പരാതി കൂടി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്ന വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. കാരണം ഈ അപകടത്തിന് ശേഷം ഇവർ സഞ്ചരിക്കുന്ന വേളയിൽ ഒരു
മതിലിൽ അതുപോലെ തന്നെ 2 വാഹനങ്ങളിൽ ഒരു വ്യക്തിയുടെ ശരീരത്ത് ഇത്രയും സ്ഥലത്ത് വാഹനം ഇടിച്ച ശേഷമാണ് കടന്നുപോയത്. അവരുടെ കൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ പോലീസ് ഇപ്പോൾ തയ്യാറാകുന്നത്. എന്തായാലും അല്പസമയത്ത് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. ആ സമയത്ത് നമുക്ക് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഇവർക്കെതിരെ ഉള്ളത് എന്നുള്ളത് നമുക്ക് അഘട്ടത്തിൽ മാത്രമേ മനസ്സിലാക്കൂ. എന്തായാലും ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് ശാസ്താംകോട്ട പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. കൊല്ലം മൈനാഗപ്പള്ളി വാഹനാപകടത്തിലാണ് ഇപ്പോൾ ഡോക്ടർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഒപ്പം പ്രേരണാക്കുറ്റവും. അപകടശേഷവും വാഹനം മുന്നോട്ടെടുക്കാൻ അജ്മലിനെ നിർബന്ധിച്ചത് ഡോക്ടറാണ് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം.